ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ ചെടിയിലെ ഫുള്ളും റംബൂട്ടാനും താഴെ വീണ് ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അതെല്ലാം അമ്മ തൂത്തുവാരി കളഞ്ഞു. പിന്നെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു. വെള്ളമൊക്കെ കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ഇവിടെ വെള്ളം കയറാനൊന്നും ഒരു ചാൻസും ഇല്ല, കാരണം എന്ന് വെച്ചാൽ ഇത് മലമ്പ്രദേശമല്ലേ. അതേസമയം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം വെള്ളമൊക്കെ കയറി ആകെ മുറ്റമൊക്കെ കുളമായേനെ. ഇവിടുത്തെ കിണറിനകത്തൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അടിയിൽ പാറയാണ് കിണറിൻ്റെ. പിന്നെ നമ്മൾ ഒരു റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയി, കാരണം അത് കുറച്ച് പഴുത്തായതുകൊണ്ട് ഞാൻ പിച്ചെടുത്തായിരുന്നു. പിന്നെ അകത്ത് ചെന്നപ്പോൾ പിന്നെ അമ്മ അവിടെ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നലത്തെ മാവുണ്ടായിരുന്നു, അപ്പം രാവിലെ പാലപ്പം ഉണ്ടാക്കി. അതുപോലെ തന്നെ എല്ലാവർക്കും കൂടെ തികത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മ കുറച്ച് പുട്ടിനൂടെ നനച്ചു. അങ്ങനെ നമുക്ക് മിക്സിയിലിട്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയി. അപ്പം അത് ഒരു കുഴക്കട്ട ആവേണ്ടതായിരുന്നു, പക്ഷെ അമ്മ വീണ്ടും സെറ്റാക്കി എടുത്തു. ഞാൻ പറയുമായിരുന്നു അമ്മ ഒന്ന് ചിരിക്കാനെന്നൊക്കെ. അമ്മ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിലും വ്ളോഗൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ലേ, ഞാൻ ഭയങ്കര ലെക്കായിപ്പോയി, ഇത് ചെയ്യാനാ തുറ. പിന്നെ അവിടെ പാലപ്പം ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ വേവുന്നുണ്ട്. പിന്നെ നല്ല ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ട്. ഗ്രീൻ പീസ് കറിയും പുട്ടും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ പോയി മണ്ടിക്ക് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് പുട്ടും ഗ്രീൻ പീസ് കറിയും എടുത്ത് കഴിച്ചു. രാവിലെ എനിക്ക് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി പുട്ടെടുത്ത് എന്തായാലും കഴിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി പുട്ടും കുറച്ച് ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം എനിക്ക് ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിനകത്തെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ തപ്പിപ്പറക്കി ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചു. പിന്നെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയല്ലേ, പിന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ കാറിൽ കയറി അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി. കുറച്ച് നേരത്തെ അധിക യാത്ര കഴിഞ്ഞ്, ഇന്ന് കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം. പിന്നെ ഹോസ്പിറ്റലിലെ വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ അലോഡല്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്കായപ്പോൾ ഡോക്ടർ കുറച്ച് താമസിച്ചാണ്. അപ്പോൾ അമ്മയും ഞാനവിടെ പോയി ഫുഡ് കഴിച്ചു. അമ്മ ചോറും ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് വളരുന്ന വഴിക്ക് നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറി. എനിക്ക് സ്ലൈഡ് വാങ്ങണം, പിന്നെ അമ്മയ്ക്ക് പൊട്ടുമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ബജ്ജിയും പിന്നെ പാലൊക്കെ കുടിച്ചു. പാലൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഒരു മണ്ടയ്ക്ക് പോയി കിടന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മ അടുത്ത സംഭവം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ചക്ക വറ്റലല്ലോ, ചക്ക വറുത്തത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് ചക്ക വറുത്തെടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ, സീ യു.